14 നവംബർ ഞങ്ങൾ പെണ്ണ് കാണാൻ അങ്ങോട്ട് പോവായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ സൽക്കാരം. അവിടുന്ന് ചായ എല്ലാം കുടിച്ചിരിക്കുമ്പോൾ അവളെ ചേട്ടൻ പറഞ്ഞു, പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ ഇപ്പം സംസാരിച്ചോളിന്ന്. ടെൻഷൻ കയറി സംസാരിക്കാനൊന്നും കിട്ടാണ്ട് രണ്ടാളും കുറേ നേരം സൈലൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി വന്ന് ഇടയ്ക്ക് വാതിൽ തുറന്ന് ഞങ്ങൾക്കും കൂടെ സംസാരിക്കാൻ എന്തെങ്കിലും ബാക്കി വെച്ചോളണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പോയതാണ്. എന്നിട്ട് ഞങ്ങളെ ചേർന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഹൈറ്റ് പോരെന്നിട്ട് ഞാൻ ഇത്തിരി കാലൊന്ന് പോക്കി നോക്കി. അപ്പൻ്റെ എല്ലാവർക്കും ഒടുക്കത്തെ ചിരിയായി, പിന്നെ കളിയായി. ആ ദിവസം ഒരു ആഘോഷം തന്നെയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ പൊരിച്ച പത്രം ഇറച്ചിയെല്ലാം കഴിച്ച് ഇറങ്ങി. എന്നിട്ടുണ്ട് 3 ദിവസം കഴിഞ്ഞിട്ടും അവിടുന്ന് ഒരു വിളിയും തെളിയില്ല. ഞാനാകെ ടെൻഷൻ കയറി അവളുടെ ഇൻസ്റ്റയെല്ലാം തപ്പി തുടങ്ങി. അങ്ങനെ അവളുടെ അക്കൗണ്ട് കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ മെസ്സേജ് അങ്ങ് കാച്ചി, അസ്സലാമലൈക്കും, താങ്ക്സ് ഫോർ പൊരിച്ച പത്രിന്ന്. അതിന് റിപ്ലൈ കിട്ടിയതോടെ ഞങ്ങൾ സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. പിന്നെ നിജ അവളുടെ അച്ഛനടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ 14 ഡിസംബർ ഞങ്ങളെ 2 ഫാമിലിയും വീണ്ടും കണ്ടുമുട്ടി ഒരു ഹോട്ടലിൽ വെച്ച്. അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു. ജനുവരി 11 ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. അങ്ങനെ അടിപൊളിയായി പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ചോക്ലേറ്റെല്ലാം കൊടുത്ത് സെലിബ്രേഷൻ ആയിരുന്നു അന്നത്തെ ദിവസം. പിന്നെ ഞങ്ങൾ നേരിട്ട് കാണാൻ പ്ലാൻ ചെയ്തു. നേരിട്ട് കണ്ടു, കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു. അവൾ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ബൊക്കയെല്ലാം തന്നായിരുന്നു. ആ കണ്ടുമുട്ടലുകളിലൂടെ ഞങ്ങൾക്ക് കുറേ അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. ഈ ബീച്ച് സൈഡ് കഫേ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായി മാറി. അവളുടെ ആ ഇൻസ്റ്റാഗ്രാം സെൽഫി ഞങ്ങൾക്കൊരു സ്പെഷ്യൽ മെമ്മറി ആട്ടോ. തൽക്കാലം അവളെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടു. പക്ഷെ തിരിച്ചു വരും അവളെ കൊണ്ടുപോകാനായിട്ട്. 4 മെയ് 2025 ഞങ്ങളുടെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും എത്തിക്കൊള്ളണേ, നമുക്ക് അടിച്ചു കൊടുക്കണം.